BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. 2001 2006 തിരഞ്ഞെടുപ്പുകളിൽ സതീശൻ RSS പിന്തുണ തേടി. 2006 പറവൂർ ഡീൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണം മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2001 2006 തിരഞ്ഞെടുപ്പുകളിൽ സതീശൻ RSS പിന്തുണ തേടി. ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ തന്നെ പറഞ്ഞ കാര്യമാണിതെന്നും 2006 പറവൂർ ഡീൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 2006 പറവൂരിൽ RSS നടത്തിയ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുകയും ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ താണുവണങ്ങി വിളക്ക് കൊളുത്തുകയും ചെയ്തത് ഏത് ഡീലായിരുന്നുവെന്നും VD സതീശൻ വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുല്ലപ്പള്ളിയെ കൊയിലാണ്ടിയിൽ UDF സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ കാരണം ജമാഅത്തെ ഇസ്ലാമി. ആരോപണവുമായി BJP സ്ഥാനാർത്ഥി. മുല്ലപ്പള്ളിയെ കൊയിലാണ്ടിയിൽ UDF സ്ഥാനാർത്ഥിയാക്കാതിരിക്കുവാൻ കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന ആരോപണവുമായി BJP സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ. കൊയിലാണ്ടിയിലെ UDF സ്ഥാനാർത്ഥി മതമൌലികവാദികളുടെ നോമിനി. മുല്ലപ്പള്ളിയെയായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നതെങ്കിലും അദ്ദേഹം ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന സമയത്ത് ചില തീവ്രവാദ സംഘടനകൾക്കെതിരെ ശക്തമായ നടപടി എടുത്തിരുന്നു. 7ാം ദിവസം 100 കോടി ക്ലബിന് തിലക്കത്തിൽ പാപ്പനും പിള്ളരും. മിഥുൻ മാനുവൽ തോമസ് രചിച്ച് സംവിധാനം ചെയ്ത ആട് 3 പാർട്ട് 1 വൺ ലാസ്റ്റ് റൈഡ് ആഗോള ബോക്സ് ഓഫീസിൽ 101 കോടി കളക്ഷൻ നേടി മെഗാ ബ്ലോക്ക് ബസ്റ്റർ വിജയം. 100 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന 14ാമത്തെ മാത്രം മലയാളം ചിത്രമാണ് ആട് 3. റിലീസ് ചെയ്ത് 7 ദിനം കൊണ്ടാണ് ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയത്. ചിത്രത്തിലെ നായകനായ ജയസൂര്യയുടെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രം കൂടിയാണിത്. സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിന്റെ കരിയറിലെയും ഏറ്റവും വലിയ ഹിറ്റായ ചിത്രം. ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ചരിത്രത്തിലെ ആദ്യ 100 കോടിയും കാവ്യ ഫിലിംസിന്റെ രണ്ടാമത്തെ 100 കോടി ക്ലബ്ബ് ചിത്രവുമാണ്. കൊടും ചൂട് തുടരുന്നു. 12 ജില്ലകൾക്ക് യെല്ലോ അലർട്ട്. ആശ്വാസമായി മഴ എത്തിയേക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം കടുത്ത ചൂട് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനത്ത് അതികഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പുറത്തിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് നിർദ്ദേശം. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. 12 ജില്ലകൾക്കാണ് ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള മറ്റ് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നുപോകാം ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള യാത്രയ്ക്ക് ഇറാന്റെ സൌഹൃദ രാജ്യങ്ങൾ തടസ്സം നേരിടേണ്ടി വരില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളെ ഹോർമൂസ് കടലിടുക്കിൽ തടയില്ലെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിട്ടില്ല. ഇറാനുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടലിടുക്ക് കടക്കാനാകും. കടലിടുക്ക് കടക്കണമെന്ന് അറിയിക്കുന്ന കപ്പലുകൾക്ക് ആ രാജ്യവുമായുള്ള ഇറാന്റെ ബന്ധങ്ങൾ പരിഗണിച്ച ശേഷം ഇറാൻ സൈന്യം സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നീരവ് മോദിക്ക് തിരിച്ചടി. ഇന്ത്യയിലേക്ക് കൈമാറുന്നതിനെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജി തള്ളി. ഇന്ത്യയിലേക്ക് കൈമാറുന്നതിനെതിരെ നീരവ് മോദി നൽകിയ പുനഃപരിശോധനാ ഹർജി തള്ളി. ലണ്ടനിലെ ഹൈക്കോർട്ട് ഓഫ് ജസ്റ്റിസ് കിങ്സ് ബെഞ്ച് ഡിവിഷന്റേതാണ് നടപടി. കേസ് വീണ്ടും പരിഗണിക്കേണ്ട അസാധാരണ സാഹചര്യമില്ലെന്ന് കോടതി വിധി പ്രസ്താവനയിൽ പറഞ്ഞു. 2019 മാർച്ച് 19 മുതൽ വജ്ര വ്യാപാരി നീരവ് മോദി ലണ്ടനിലെ ജയിലിൽ തടവിലാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 6498.20 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്നതായിരുന്നു നീരവ് മോദിക്കെതിരായ കേസ്. CBI നീരവ് മോദിയെ ഇന്ത്യയ്ക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2025 ഓഗസ്റ്റിലാണ് അദ്ദേഹത്തെ ഇന്ത്യയ്ക്ക് കൈമാറുവാൻ വേണ്ടിയുള്ള നടപടികൾ ലണ്ടനിലെ കോടതി പൂർത്തിയാക്കിയത്. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് പിന്നിൽ UDFും മതസംഘടനകളും. കെ സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് പിന്നിൽ UDFും മതസംഘടനകളുമെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ ഇടപെട്ടു. VD സതീശന് നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടി അല്ലെങ്കിൽ SDPI വോട്ടുകൾ വേണ്ടെന്ന് പറയണം.
മുസ്ലിം സംഘടനകളെ ഉപയോഗിച്ചാണ് സമ്മർദ്ദം ചെലുത്തിയത്. ഇതൊന്നും മഞ്ചേശ്വരത്ത് വില പോകില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.